ലോകം മുഴുവനുമുള്ള എല്ലാ കാർ ബ്രാൻഡുകളും ഇലക്ട്രിക് കാറുകളെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹ്യുണ്ടായി എന്ന ബ്രാൻഡും അവരുടെ ഇലക്ട്രിക് കാറുകളെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹ്യുണ്ടായിയുടെ ഇലക്ട്രിക് കാറുകളുടെ ശ്രേണിയിലേക്ക് പുതിയൊരു കാറ് കൂടി വന്നിട്ടുണ്ട്. ഈ കാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ വാഹനത്തിന് ധാരാളം വെയിറ്റുള്ള ബാറ്ററി പാക്ക് ആവശ്യമില്ല. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ 700 കിലോമീറ്ററിനുള്ള ചാർജും ഇതിൽ ചെയ്യാം. ഈ കാരണം കൊണ്ട് തന്നെ ഹ്യുണ്ടായി നെക്സോ ലോകം മുഴുവനുമുള്ള വാഹന പ്രേമികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ കാറിൽ എന്തെല്ലാം ടെക്നോളജിയാണുള്ളത്, ഹ്യുണ്ടായി നെക്സോയുടെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം. ട്രഡീഷണൽ ആയിട്ടുള്ള ഇലക്ട്രിക് കാറുകൾ പോലെ അല്ലാതെ ഹ്യുണ്ടായി നെക്സോ ഒരു ഫ്യൂവൽ സെൽ ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. ഫ്യൂവൽ സെല്ലിനെ പറ്റി ചിലരെങ്കിലും ആദ്യമായാണ് കേൾക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി ക്വിക്കായി ഒന്ന് നോക്കാം. പൊതുവായി ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസ് എനർജിയെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി മോട്ടോഴ്സിനെ പവർ ചെയ്യും. ഈ കാരണം കൊണ്ട് വെഹിക്കിൾസ് മൂവ് ആവും. ബട്ട് ഫ്യൂവൽ സെല്ലുള്ള കാറുകളിൽ ഒരു പവർ പ്ലാന്റ് ഉണ്ടായിരിക്കും. ഇൻസ്റ്റന്റ് ആയിട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് മോട്ടറിലേക്ക് കൊടുക്കും. ഈ പവർ പ്ലാന്റ് റൺ ചെയ്യുന്നതിന് വേണ്ടി ഹൈഡ്രജൻ ആണ് ഫ്യൂവൽ ആയിട്ട് കൊടുക്കുന്നത്. എങ്ങനെയാണോ കാറുകളുടെ ഫ്യൂവൽ ടാങ്കിലേക്ക് പെട്രോളും ഡീസലും ഫില്ല് ചെയ്യുന്നത്, അതുപോലെ ഹൈഡ്രജനെ ഫില്ല് ചെയ്യണം. ഇൻസ്റ്റന്റ് ആയിട്ട് മോട്ടറിന് വേണ്ടിയിട്ടുള്ള പവർ ഈ പവർ പ്ലാന്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. FCV എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് വാട്ടർ ആണ്. അതുകൊണ്ട് തന്നെ പൊല്യൂഷനും ഇല്ല. ഈ ഹ്യുണ്ടായി നെക്സോയിൽ ഏകദേശം 7 കിലോ വരേക്കും ഹൈഡ്രജനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിയും. ഈ 7 കിലോ കൊണ്ട് തന്നെ 700 കിലോമീറ്റർ റേഞ്ച് നൽകാൻ കഴിയുമെന്നും ഹ്യുണ്ടായി അവകാശപ്പെടുന്നു. ഇലക്ട്രിക് കാറുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫ്യൂവൽ സെൽ വെഹിക്കിളിൽ എന്തെല്ലാം അഡ്വാൻറ്റേജ് ആണ് ഉള്ളതെന്ന് നോക്കിയാൽ, ഫസ്റ്റ് ഓഫ് ഓൾ റാപ്പിഡ് ആയിട്ട് റീഫ്യൂവൽ ചെയ്യാനായിട്ട് സാധിക്കും. ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടിയുള്ള ഇലക്ട്രിക് കാറുകളിൽ 40 മിനിറ്റിൽ തുടങ്ങി 60 മിനിറ്റ് വരേക്കും ചാർജിംഗ് ടൈം എടുക്കും. അപ്പോഴും ആ വാഹനത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 500 കിലോമീറ്റർ മാത്രമായിരിക്കും. ഈ ഹൈഡ്രജൻ റീഫില്ലിംഗ് കാരണം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാകും. വെറും 5 മിനിറ്റിൽ തന്നെ റീഫില്ലും ചെയ്യാൻ സാധിക്കും. അടുത്ത മെയിൻ അഡ്വാൻറ്റേജ് എക്സ്റ്റൻഡഡ് റേഞ്ച് ലഭിക്കും എന്നുള്ളതാണ്. ഈ ഫ്യൂവൽ സെൽ വെഹിക്കിൾസ് ലോങ് റേഞ്ച് വെഹിക്കിൾസിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. 700 കിലോമീറ്റർ റേഞ്ച് എന്നുള്ളത് 5 മിനിറ്റ് ഫ്യൂവൽ ഫില്ല് ചെയ്തതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല എല്ലാ വെതർ കണ്ടീഷനിലും ഇത് നന്നായി തന്നെ പെർഫോം ചെയ്യും. ഉദാഹരണത്തിന് ഐസ് കോൾഡ് വെതറിൽ പോലും നന്നായി പെർഫോം ചെയ്യും. ഇലക്ട്രിക് വെഹിക്കിൾസിന് എക്സ്ട്രീം ടെമ്പറേച്ചറും ഹാർഷ് ആയിട്ടുള്ള എൻവയറമെന്റിൽ പെർഫോമൻസ് കുറയുന്നതായി കാണാം. എന്നാൽ ഈ ഫ്യൂവൽ സെൽ ഇലക്ട്രിക് വെഹിക്കിൾസിൽ ആ പ്രശ്നവും പരിഹരിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ വെഹിക്കിൾസ് ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷനിലും വളരെയധികം റേഞ്ച് നൽകുന്നത് ഇതിന്റെ മുഖ്യമായ കാരണമാണ്. ഇത്രയധികം പോസിറ്റീവ്സ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ഫ്യൂവൽ വെഹിക്കിൾസ് എല്ലാ ബ്രാൻഡുകളും ഇടയ്ക്കിടയ്ക്ക് ലോഞ്ച് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം നിങ്ങൾക്കുണ്ടാകാം. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ വെഹിക്കിൾസ് ഇടയ്ക്കിടയ്ക്ക് ലോഞ്ച് ആകാത്തതിന്റെ മുഖ്യമായ കാരണം ഇപ്പോഴും ഇലക്ട്രിക് കാറുകൾക്ക് ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുപോലെ തന്നെ ഹൈഡ്രജനെ റീഫ്യൂവൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചറും വളരെ കുറവാണ് ഇന്ത്യയിൽ. ഹൈഡ്രജനെ മാസ് മാർക്കറ്റിൽ അധികമായി യൂസ് ചെയ്യുന്നില്ല. ആ കാരണം കൊണ്ട് തന്നെ കോസ്റ്റും ഇതിന് വളരെ കൂടുതലാണ്. 1 kg കൊമേഴ്ഷ്യൽ ഹൈഡ്രജന് ഏകദേശം 350 രൂപയിൽ തുടങ്ങി 450 രൂപ വരേക്കും വിലയുണ്ട്. കാറുകളിൽ ഹൈഡ്രജനെ ഇലക്ട്രിക് ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള പവർ പ്ലാന്റിന്റെ കോസ്റ്റും വളരെ കൂടുതലാണ്. ഈ ഹ്യുണ്ടായി നെക്സോയെ ഏകദേശം 50 ലക്ഷത്തിനും അധികമായുള്ള വിലയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇലക്ട്രിക് കാറുകളുടെ മേജർ ഡിസഡ്വാൻറ്റേജ് ഇത് ഓവർടേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് ഒരു ആൾട്ടർനേറ്റീവ് തന്നെയാണ് ഡീസൽ പെട്രോൾ കാറുകൾക്ക്. എന്തായാലും ഹ്യുണ്ടായി എന്ന മാസ് മാർക്കറ്റ് ബ്രാൻഡ് ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ ടെക്നോളജിയിൽ പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നത് ഫ്യൂച്ചർ കാറുകൾക്കുള്ള വഴി തെളിക്കുന്നതായി കാണാം. ഹ്യുണ്ടായിയുടെ ഈ പുതിയ നെക്സോയെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക. മാത്രമല്ല നിങ്ങൾക്കറിയാവുന്ന മറ്റ് ഹൈഡ്രജൻ കാറുകളെ കുറിച്ചുള്ള വിവരങ്ങളും കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.